മിക്ക വീടുകളിലും പലപ്പോഴും പണത്തെ ചൊല്ലി വഴക്കുണ്ടാവാറുണ്ട്. പൈസയെല്ലാം എങ്ങോട്ട് പോയി എന്ന് കപ്പിൾസിന് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. ഒരാൾക്ക് മറ്റൊരാൾ കൂടുതൽ ചെലവാക്കുന്നു എന്ന് തോന്നും, മറ്റൊരാൾക്ക് നിയന്ത്രിക്കപ്പെടുന്നു എന്ന് തോന്നും. രണ്ടുപേർക്കും മടുപ്പ് തോന്നും. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നോക്കിയാലോ? ജനഹിതം 24x7 എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പണമല്ല, ഒരുമിച്ച് പണം കൈകാര്യം ചെയ്യാൻ ഒരു എളുപ്പ വഴിയോ സംവിധാനമോ ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള പല വഴക്കുകളുടെയും അടിസ്ഥാന കാരണം. ഈ വിഷയത്തിൽ എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിന്റെ ആദ്യപടി കുറ്റപ്പെടുത്താതെ പണത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ്. ഇത്തരം സംഭാഷണങ്ങൾ സാധാരണയായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് തുടങ്ങുക. വലിയ ബില്ലുകൾ വരുമ്പോഴോ, കടം വരുമ്പോഴോ, അല്ലെങ്കിൽ വഴക്കുണ്ടാകുമ്പോഴോ ഒക്കെ ആയിരിക്കും കപ്പിൾസ് പണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുക. ഒരു വഴക്കിന്റെ നടുവിൽ വെച്ചല്ലാതെ ശാന്തമായ ഒരു സമയം കണ്ടെത്തി സംസാരിക്കാൻ ശ്രമിക്കുക. ഒരുമിച്ചിരിക്കുക, എന്നിട്ട് പങ്കുവെക്കുക എന്നതും ശീലമാക്കേണ്ടതുണ്ട്. ഓരോരുത്തർക്കും പണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലർക്കത് സുരക്ഷയായിരിക്കുമ്പോൾ മറ്റു ചിലർക്കത് സ്വാതന്ത്ര്യം, സുഖസൗകര്യങ്ങൾ, അന്തസ്സ് തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഭയങ്ങളുണ്ടെങ്കിൽ അതും പങ്കുവെക്കേണ്ടതുണ്ട്. ചിലർക്ക് കടത്തെക്കുറിച്ച് അമിത ഭയം ഉണ്ടാകും. മറ്റു ചിലർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകുമോ എന്ന് ഭയമുണ്ടായേക്കാം. വേറെ ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഭയം. ഇത് ഓരോ വ്യക്തികളുടെയും ചിന്തകളെയും ജീവിച്ചു വന്ന സാഹചര്യങ്ങളെയും ഒക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ഇക്കാര്യങ്ങളിൽ പരസ്പരം ജഡ്ജ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ ഭയത്തെ കുറച്ചു കാണുന്നതും നല്ലതല്ല. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താതെ കേൾക്കുക. ഇവിടെ ലക്ഷ്യം സംസാരിച്ച് ജയിക്കുക എന്നതല്ല, മറിച്ച് മറ്റൊരാളെ കൂടി മനസ്സിലാക്കുക എന്നതാണെന്നും മനസ്സിൽ വെക്കുക. ഇങ്ങനെ ഓരോരുത്തരുടെയും ചിന്താഗതി മനസ്സിലാക്കിയാൽ പരസ്പരം ബഹുമാനിക്കുന്ന രീതിയിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ എളുപ്പമാകും. അടുത്തതായി വരുമാനവും അത്യാവശ്യ ചെലവുകളും ലിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു കുടുംബം ഒരു ചെറിയ കമ്പനി പോലെയാണ്. ആദ്യം എത്ര പൈസ വരുന്നു, എത്ര പോകുന്നു എന്നൊക്കെ നമ്മൾ അറിയണം. ഇതിനായി പ്രതിമാസ വരുമാനങ്ങളെല്ലാം എഴുതി വെക്കുക. ശമ്പളം, പെൻഷൻ, വാടക, മറ്റു വരുമാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടുത്തണം. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ ലിസ്റ്റ് ചെയ്യുക. വീട്ടുവാടക, EMI, അത്യാവശ്യ പലവ്യഞ്ജനങ്ങൾ, സ്കൂൾ ഫീസ്, വൈദ്യുതി ബിൽ, ഇന്റർനെറ്റ് ബിൽ, നിലവിലുള്ള EMI-കൾ, അത്യാവശ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ തുടങ്ങിയവയൊക്കെ ഇക്കൂട്ടത്തിൽ പെടും. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ രഹസ്യങ്ങളോ അപ്രതീക്ഷിത കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായാൽ പിന്നെ എത്ര തുക സമ്പാദ്യത്തിനും ലക്ഷ്യങ്ങൾക്കും ജീവിതശൈലിക്കും മാറ്റിവെക്കാം എന്നും മനസ്സിലാക്കാം. മൂന്നാമതായി ചുമതലകൾ തീരുമാനിക്കുക എന്നതാണ്. അപ്പോഴും സുതാര്യത നിലനിർത്തണം. ഏതൊക്കെ തുക എവിടെയൊക്കെ ചിലവാക്കപ്പെടുന്നു എന്ന് രണ്ടുപേരും അറിഞ്ഞിരിക്കണം. ഓരോ കുടുംബവും വ്യത്യസ്തമാണ്. ചിലർ ദൈനംദിന ചെലവുകൾ ഒരാളെ ഏൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മറ്റു ചിലർ ജോലികൾ പങ്കുവെക്കുന്നവരായിരിക്കും. രണ്ടും ശരിയാണ്, പക്ഷേ സുതാര്യതയും പരസ്പര ബഹുമാനവും ഉണ്ടാകണം. സാധ്യമായ ക്രമീകരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഒരാൾ പണം കൈകാര്യം ചെയ്യുക, മറ്റൊരാൾ പ്രതിമാസം അത് ട്രാക്ക് ചെയ്യുകയും അവലോകനം ചെയ്യുകയും ചെയ്യുക. ഒരാൾ ദീർഘകാല കാര്യങ്ങൾ, അതായത് നിക്ഷേപങ്ങൾ, വായ്പകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുക, മറ്റൊരാൾ പ്രതിമാസ ബജറ്റുകളും ബില്ലുകളും കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എല്ലാം അവലോകനം ചെയ്യുക. ഇതിൽ ഏത് രീതി തിരഞ്ഞെടുത്താലും ഒരാൾക്ക് എല്ലാം അറിയാം, മറ്റൊരാൾക്ക് ഒന്നും അറിയില്ല എന്ന രീതി ഒഴിവാക്കുക. ഇത് ഭാവിയിലെ പല വഴക്കുകളും ഇല്ലാതാക്കും. മാത്രമല്ല, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും മറ്റേയാൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. അടുത്തതായി ലളിതമായ കുടുംബ ബജറ്റ് ഉണ്ടാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ബജറ്റ് എന്നത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു പ്ലാൻ മാത്രമാണ്. അത് വളരെ ലളിതമായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അത് എളുപ്പത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇതിന് 4 ഭാഗങ്ങളായി നിങ്ങൾക്ക് ചിന്തിക്കാം. ആവശ്യങ്ങൾ എന്ന കൂട്ടത്തിൽ വീട്, ഭക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന ഗതാഗതം, EMI-കൾ, അത്യാവശ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുത്താം. സമ്പാദ്യവും നിക്ഷേപങ്ങളും എന്നതിൽ അത്യാവശ്യ ഘട്ടങ്ങളിലെ ഫണ്ട്, ഭാവിയിലെ ലക്ഷ്യങ്ങൾ എന്നിവയാണ് ചേർക്കേണ്ടത്. ജീവിതശൈലി എന്നതിൽ വിനോദയാത്രകൾ, ചെറിയ യാത്രകൾ, ആഘോഷങ്ങൾ, സ്ട്രീമിംഗ് സേവനങ്ങൾ, ഹോബികൾ എന്നിവ ഉൾപ്പെടുത്താം. പേഴ്സണൽ പോക്കറ്റ് മണി കൂടി ഇതിനൊപ്പം കണ്ടെത്താവുന്നതാണ്. ഇങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്താൽ വീട്ടിലെ വരുമാനം കൃത്യമായി കൈകാര്യം ചെയ്യുകയും വഴക്കുകളില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യാൻ സാധിക്കും. കപ്പിൾസിന്റെ ലൈഫിനെ കൂടുതൽ എളുപ്പമാക്കാനുള്ള ഐഡിയകളാണ് നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24x7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.